സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പതിവ് പോലെ രേവതിയാണെങ്കിൽ കിച്ചണിൽ ജോലിയായിരിക്കും. ഈ ഒരു സമയത്ത് ചന്ദ്ര വന്നിട്ട് വെറുതെ ഓരോന്നും പറഞ്ഞ് അലമുണ്ടാക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാനിവിടെ ജോലിയല്ലേ, വെറുതെ വന്ന് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ, അമ്മയ്ക്ക് അവിടെങ്ങാനും പോയി ഇരുന്നോടെ. ഓഹോ, നീ എന്നെ അപ്പോൾ പറഞ്ഞുവിടാറായല്ലേടി, ഞാൻ ഇങ്ങോട്ട് വന്നാ നിനക്കെന്താ പ്രശ്നം, ഇതെന്റെ വീടാ, ഞാൻ എവിടെ വേണമെങ്കിലും വരും എന്ന് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് സ്വൈര്യം തരുമോ, അല്ലെങ്കിലേ കറിക്കകത്ത് ഉപ്പ് കൂടി എന്നൊക്കെ വരും എന്നും പറഞ്ഞ് എൻ്റെ മണ്ടയ്ക്ക് കയറാൻ വരരുത്. എനിക്ക് കുറച്ചൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് വേണം ഓരോ ജോലിയും ചെയ്യാനായിട്ട്. എനിക്ക് 9 മണിക്ക് ഇവിടുന്ന് പോവേണ്ടതാ, അമ്മയൊന്ന് പോവോ എന്ന് ചോദിക്കാണ്. ഓഹോ, അപ്പൊ നീ എന്നെ ഭരിപ്പിക്കാറൊക്കെ ആയടി, ആയല്ലടി, നിനക്ക് ഇച്ചിരി നാക്കുന്ന നീളം കൂടുതലാ, ഞാൻ കാണിച്ചു തരാം നിന്നെ എന്ത് ചെയ്യുമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ഹാളിൽ പോയി ഇരിക്കുകയാണ്. രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് രാവിലത്തെ കാപ്പി കിട്ടിയോ? കിട്ടി. ചായ കുടിച്ചോ? ആ കുടിച്ചു. പിന്നെ എന്തിനാ നീ പോയിട്ട് അവളെ ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നത്? അവള് മര്യാദക്കവിടെ ജോലി എടുക്കല്ലേ. പശു പുല്ല് തിന്നത്തുമില്ല, പട്ടിപുല്ല് തിന്നത്തുമില്ല, പശുവിനോട് തിരിക്കത്തുമില്ല എന്ന് പറഞ്ഞ അവസ്ഥ നിന്റെ. നിനക്ക് എന്തിനു സോക്കേടാ, നിനക്ക് ഇവിടെങ്ങാനും ഇരുന്നാ പോരെ എന്നൊക്കെ ചോദിക്കുമ്പം, അല്ലെങ്കിലും അവളെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നേക്കുമല്ലോ, എന്ത് പറഞ്ഞാലും അവൾക്ക് സപ്പോർട്ടല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ രേവതി ജോലിയെല്ലാം തീർത്തതിന് ശേഷം അവളുടെ പൂ കൊടുക്കുന്ന ജോലിയിലേക്ക് പോവാണ്. അച്ഛാ, ഞാൻ പോയിട്ട് വരാം, ഇന്ന് കുറച്ച് അധികം ഓർഡർ ഉണ്ട്, എല്ലാം നേരത്തെ തന്നെ കൊടുത്തു തീർക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ആ മോള് പെട്ടെന്ന് പൊക്കോ, പൂക്കളെല്ലാം വാടിപ്പോയാൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ, മോള് പെട്ടെന്ന് പോ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ എന്ന് വെച്ചാല് IAS അല്ലേ അവള് പോകുന്നത് കണ്ടില്ലേ, 40 രൂപയ്ക്കും 30 രൂപയ്ക്കും പൂവിക്കാനാ അവൾ ഇത്രയ്ക്ക് ആർഭാടം കാണിച്ച് ഇറങ്ങിപ്പോയേക്കുന്നത്. എൻ്റെ ശ്രുതിമോളെയും വർഷമോളെയും കണ്ടുപിടിക്കണം. മാസം എത്ര ആയിരം രൂപയാ, എത്ര ലക്ഷമാണ് രണ്ടുപേരും ഉണ്ടാക്കുന്നത്. വെറും 10,000 2,000 രൂപയ്ക്ക് വേണ്ടി ഉയർത്തി കിടന്ന് കാണിക്കുന്ന അഹങ്കാരവോ. അപ്പോഴേക്കും രവി പറയാണ്, ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള വിലയും നിലയും ഒക്കെയുണ്ട് ചന്ദ്രെ, അത് നീ മനസ്സിലാക്കണം. അവൾക്ക് കിട്ടുന്ന ആ 10,000 2,000 രൂപ അവൾക്ക് അത്രയ്ക്ക് വലുതാണ്. ഒരു ദിവസം 1000 രൂപ 1500 രൂപയ്ക്ക് സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ രേവതി മോള്. അത് വലിയൊരു കാര്യമല്ലേ? പിന്നെ വലിയൊരു കാര്യമല്ലേ 10-9 രൂപയ്ക്ക് വഴി നീളം നടന്ന് പൂവിക്കുന്നത്. രവി പറയുന്നുണ്ട്, അവൾക്ക് അത് വലിയ കാര്യം തന്നെയാ. ഇച്ചിരി പൈസ കൊണ്ട് ജീവിച്ച് പഠിച്ചവരാ അവരൊക്കെ, അതുകൊണ്ട് അവർക്കതൊക്കെ വലുത് തന്നെയാ. നീ ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അല്ലേലും ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവളുടെ കാര്യത്തില് ഞാൻ നോക്കുന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹോ, ഇവളെ പറഞ്ഞു തീർത്താൻ ആരെക്കൂടെ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് രവി അവിടെ ഇരിക്കുന്നുണ്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ സ്കൂട്ടിയും കൊണ്ട് ഇങ്ങനെ പൂവൊക്കെ കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു പോക്കറ്റ് റോഡിൽ ആ ഒരു സ്ഥലത്ത് ഒരു വീടിന് മുമ്പിലായിട്ട് ഒരു കുഞ്ഞു വെച്ചിങ്ങനെ പോകുന്നത് ഇവള് കാണുന്നുണ്ട് കേട്ടോ. മുട്ടയിലെഴിഞ്ഞ് റോഡിൽ കൂടെ പോവാണ്. ഇത് കാണുമ്പോൾ ഈശ്വര, ഒരു കുഞ്ഞു ആവയല്ലേ പോകുന്നത്. ഈശ്വര, ഓപ്പോസിറ്റ് വണ്ടി വരികയാണല്ലോ, വീട്ടിൽ നിന്ന് അറിയാതെ ഇറങ്ങി പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അടുത്തേക്ക് സ്കൂട്ടി കൊണ്ട് പോയിട്ട് സ്കൂട്ടിയുടെ വെച്ചിട്ട് ഓടിപ്പോയിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ ഒരുപാട് വീടുകൾ 2 സൈഡിലും ഉള്ളത് കൊണ്ട് തന്നെ ഇവക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ കുഞ്ഞ് എവിടെ നിന്ന് വന്നതാണെന്ന്. അങ്ങനെ മുമ്പിൽ കൂടെ വണ്ടിയെല്ലാം പോവാണ്. ഇവള് മാറി നിന്നിട്ട് എല്ലാ വീടിൻ്റെയും അവിടെ പോയി ബെല്ലടിക്കാൻ കേട്ടോ. ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് ഇവളിങ്ങനെ ടെൻഷൻ അടിക്കുന്നതും പരങ്ങുന്നതൊക്കെ കണ്ടുകൊണ്ട് 2 ആളുകൾ ചോദിക്കുകയാണ്, എന്താ ഇവിടെ നിൽക്കുന്നേ, ഇതെന്താ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ചേട്ടാ, ഞാൻ ഈ വണ്ടിയിൽ പൂവിക്കുന്ന പെണ്ണ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ കുട്ടീനെ വഴിയിലിരിക്കുന്നത് കണ്ടു, ഏത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം നോക്കിയിട്ടും എല്ലാ വീടുകളുടെയും ഡോറ് അടച്ചു കിടക്കുക കേട്ടോ. ഇവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. രേവതി പറയാണ്, ആരെങ്കിലും പോലീസിനെ ഒന്ന് വിളിക്കോ, എനിക്കാണെങ്കിൽ പൂവിക്കാനായിട്ട് പോവേണ്ടതുകൊണ്ട് കുഞ്ഞിനെ സുരക്ഷിതമായി കയറിൽ ഏൽപ്പിക്കാതെ എങ്ങനെ പോകുമെന്ന് ചോദിക്കുകയാണ്. കുഞ്ഞിനെ കണ്ടുപരിചയമില്ലെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. ടൗണൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ അടുത്തുള്ളവരെ പരിചയമൊന്നും ഇല്ല. ഇതേ സമയത്ത് തന്നെ പോലീസുകാരെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. പോലീസുകാരും വരികയാണ്. രേവതി പറയുന്നുണ്ട്, സാർ, എൻ്റെ വീട് ഇവിടെ അടുത്തായിട്ടാ, ഞാനിങ്ങനെ പൂവിക്കാനായിട്ട് വരികയായിരുന്നു, ഈ സമയത്ത് കുട്ടി റോഡിൽ കൂടെ എഴഞ്ഞു പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെയാ ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിന്നത്. പക്ഷേ ഇവിടെ ഞാൻ കുറേ വാതിൽ മുട്ടി നോക്കിയിട്ടും ആരും തന്നെ ഡോർ തുറക്കുന്നില്ല. ഇത് എവിടുത്തെ കുഞ്ഞാണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. പോലീസുകാര് ഇങ്ങനെ അവിടെ നിന്നൊരു വീട്ടിൽ നിന്ന് ആളെ വിളിച്ച് നോക്കുമ്പം അയാൾ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരൊക്കെ ജോലിക്കാരാ, ഇവിടെ ഒന്നും വീട്ടിൽ പകല ആൾക്കാരൊന്നും കാണില്ല, എവിടുത്തെ കുഞ്ഞാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാണ്. കാരണം അവിടെ ഉള്ളവർക്ക് പോലും പരസ്പരം ആരെയും തിരിച്ചറിയില്ല കേട്ടോ. അത്രയ്ക്കും എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചവരാണ് കേട്ടോ. ആഹാ, അത് കൊള്ളാലോ. ഈ കുഞ്ഞെവിടെയാണെന്ന് ആർക്കും അറിയില്ലേ? ഇതിന്റെ അമ്മ ഇത്രയും നേരം ഇതിനെ കണ്ടിട്ട് ഇതിനെ കാണാൻ പോയിട്ട് അറിഞ്ഞില്ലേ? അമ്മയും അച്ഛനും ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് പോലീസുകാരും ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കായിരിക്കും. അങ്ങനെ പോലീസുകാര് രേവതിയെയും കൂട്ടി ഓരോ വീടിന്റെയും ഡോറിന്റെ വെല്ലുപോയി അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടുമിക്ക വീടുകളും ഡോർ തുറക്കുന്നില്ല. അപ്പോഴേക്കും ഒരു വീട്ടിലെ ഡോർ തുറക്കുന്നു കേട്ടോ. പോലീസ് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ കുട്ടിയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ആ അമ്മയും അച്ഛനും കൂടി ഓടി വന്ന്, അയ്യോ ഇത് ഞങ്ങളുടെ മോനാണ് എന്ന് പറയാണ്. നിങ്ങളെന്താ ഇത്ര വിവരമില്ലാത്ത പേരൻസ് ആണോ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ വഴക്ക് പറയുന്നുണ്ട്. അയ്യോ സാറെ ക്ഷമിക്കണം, കുഞ്ഞിനെ ഞങ്ങൾ ഉറക്കി കിടത്തിയതാ, എന്നിട്ട് ഞങ്ങൾ അടുക്കളയിൽ പാചകത്തിലായിരുന്നു, അതാ ശ്രദ്ധിക്കാൻ എന്ന് പറയുന്നുണ്ട്. ഡോർ അടച്ചിടക്കല്ലേ, പിന്നെ കുഞ്ഞങ്ങനെ ഇറങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പോൾ സാർ അടുക്കളയുടെ ഡോർ തുറന്നെടുക്കുക, ഇനി ഞങ്ങളുടെ പുറകില് ഞങ്ങളെ കാണാതെ കാണാം ഇറങ്ങി പോയതാണെന്നറിയില്ല, മുട്ടലഴിഞ്ഞു പോകുന്ന പ്രായമല്ലേ സാർ എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേടോ, കുഞ്ഞുറക്കാണെങ്കിൽ എണീച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണ്ടേ. ഏകദേശം 1/4 മണിക്കൂറായിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ്. അതിനു മുമ്പ് ഈ കുട്ടിയും 10-15 മിനിറ്റ് ഈ കുഞ്ഞിനെ കൊണ്ട് ഈ വെയിലത്ത് നിൽക്കായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊരു പേരൻസാ? 1 മണിക്കൂറൊക്കെ ഓരോ കിടന്ന കുഞ്ഞിനെ നിങ്ങൾ നോക്കാതിരിക്കുകയാണോ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പം സാർ എന്നും അവനെ ഉറക്കിയാൽ അവൻ 2-3 മണിക്കൂറിന് ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്താ ഞങ്ങൾ ഡിന്നറൊക്കെ പാക്ക് ചെയ്യുന്നതും. ഞങ്ങൾക്ക് 2 നൈറ്റ് ഡ്യൂട്ടിയാ. ജോലിക്കാരാണെങ്കിൽ വൈകുന്നേരം വരുള്ളൂ കുഞ്ഞിനെ നോക്കാനായിട്ട്. അതുവരേക്കും ഞങ്ങൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ അറിയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണ് തെറ്റിയ സമയത്ത് ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ പോലീസുകാരനാണെങ്കിൽ അവരെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു, ഒന്നെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നതല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയനെ, ഈ കുട്ടിക്ക് വേണം നന്ദി പറയാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അകത്തേക്ക് കയറി വരൂ, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയുമ്പം അതൊന്നും സാരമില്ല, ഞാൻ പൂ കൊടുക്കാൻ പോവായിരുന്നു, ഈ സമയത്താ കണ്ടേ എന്ന് പറയാൻ കേട്ടോ. അവർ പറയുന്നുണ്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പം എൻ്റെ പേര് രേവതി എന്നാ, ഞാനിവിടെ അടുത്ത് വണ്ടി ഓടിക്കുന്ന സച്ചിയുടെ ഭാര്യയാണ്, അതുപോലെ തന്നെ പണ്ട് KSRTC ബസ് ഓടിച്ച രവീന്ദ്രനെ അറിയാവോ, അദ്ദേഹത്തിന് മരുമകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇയാൾ പറയാണ് എനിക്കറിയാം, രവീന്ദ്രൻ ഞങ്ങളല്ലേ, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് പറയാണ്. ആഹാ, അദ്ദേഹത്തിന് മരുമകളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോട്ടെ, എനിക്ക് പൂ കൊടുക്കാനുണ്ട്, ഒത്തിരി താമസിച്ചു എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അമ്മയാണെങ്കിൽ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇവൻ എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു അടുക്കളയിൽ തിരിഞ്ഞെന്ന് ജോലിയൊക്കെ ചെയ്യാണല്ലോ, ആ സമയത്ത് കുഞ്ഞ് അടുക്കള വാതിൽ കൂടി ഇറങ്ങിപ്പോയതായിരിക്കും കേട്ടോ. ഇവർ അറിഞ്ഞും കാണുകയില്ല, കുഞ്ഞിങ്ങനെ മുട്ടലഴിഞ്ഞ് പോകുന്നുണ്ട്, അവർ ശ്രദ്ധിച്ചും കാണില്ല കേട്ടോ. അങ്ങനെ ആയിരിക്കും സംഭവിച്ചത്. എന്ന് 3-4 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ തന്നെ അവർ അത്രയ്ക്ക് കാര്യമായി ശ്രദ്ധിച്ച് കാണില്ല കേട്ടോ. എന്തായാലും രേവതി ആ സമയത്ത് വന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവനും രക്ഷിക്കാൻ സാധിച്ചു. അങ്ങനെ രേവതി ആണെങ്കിൽ ഇങ്ങനെ പൂവൊക്കെ കൊടുക്കാൻ സമയം പോയിട്ട് സ്പീഡിൽ പോയി എല്ലായിടത്തും പൂക്കളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് വരുന്ന വഴിക്ക് സച്ചിയെ കാണുന്നുണ്ട്. സച്ചിയോട് നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ കേട്ടോ. എന്തായാലും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നിന്നെ ദൈവം നിയോഗിച്ചതായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. എന്തായാലും രേവതി നീ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എല്ലാവരുടെ അടുക്കലും കൊണ്ടുപോയിട്ട് രേവതിനെ കാണിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഡ്യൂട്ടിയും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും അവനവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫ്രഷൊക്കെ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ നടന്ന സംഭവങ്ങളൊക്കെ രവീന്ദ്രനോട് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണെന്നാണ് പറഞ്ഞത്, ഇന്ന സ്ഥലത്താന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഫ്രണ്ടാ ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. ചിലപ്പോൾ സ്ഥലം മാറി വല്ലതും വന്നതായിരിക്കും, അറിയില്ല. അച്ഛൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല അച്ഛാ, ഒത്തിരി സമയം പോയില്ലായിരുന്നോ, 1 മണിക്കൂറോളം അവിടെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ പൂ കൊടുക്കുന്നവരെല്ലാം തുരുതുരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നുണ്ട്. എങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജീവിതം മോൾ രക്ഷിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രേവതി അടുക്കളയിൽ ചായ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവർക്കും. ബാക്കി എല്ലാവരും പോയി ഫ്രഷ് ആകുകയും കുളിക്കുകയും അവരോരോ കാര്യങ്ങൾ നോക്കി റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രേവതി മാത്രം അടുക്കളയിൽ ചായയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും.
ആ സമയത്ത് ഡോറിൽ ഒരു ബെല്ല് കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പോയി വാതിൽ തുറന്നിട്ട് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല രവീന്ദ്രൻ അങ്കിൾ എന്ന് പറയുമ്പോൾ ആ രവീന്ദ്രൻ്റെ വീടാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ പഴയ ഫ്രണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല രാവിലെ നമ്മുടെ രേവതി സഹായിച്ച ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടി കൂടെ വന്നിട്ടുണ്ട്. എടാ രവീന്ദ്ര, നിനക്കെന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചിട്ട് അവർ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിന്നെ ഞാൻ മറക്കുവോടാ എന്നൊക്കെ ചോദിച്ച് പരസ്പരം രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. രേവതി ഇവർക്കുള്ള ചായയും കൊണ്ടുവരിക കേട്ടോ. ആഹാ, ഇതാണോ അച്ഛൻ്റെ ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ്. അതേ മോളെ, ഞങ്ങളെ +1 +2 കോളേജൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത് അല്ലേടാ എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ ഇപ്പോൾ പുറത്തെങ്ങാണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. അതെ, എൻ്റെ മോളെ അവിടെ പുറത്താ കിട്ടിച്ചത്. ഞാൻ അവളുടെ അടുത്തായിരുന്നു. ഇപ്പോൾ വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. നിന്നെ ഇപ്പോൾ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോ പ്രശ്നമല്ലേടാ നമുക്കൊക്കെ. അല്ല, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ കാണാതെ എൻ്റെ കല്യാണത്തിന് ഇവനും നിവിൻ്റെ കല്യാണത്തിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കല്യാണത്തിനും ഞാൻ പോയിരുന്നതാ അല്ലേടാന്ന് പറയുന്നുണ്ട്. ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ വിടാതെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവൻ്റെ യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അത് പിന്നെ ഗൾഫിലേക്ക് പോയപ്പോൾ എൻ്റെ ഫോണൊക്കെ മാറിയിടാ. വേറെ ഫോണൊക്കെ എടുത്ത് സിമ്മൊക്കെ എടുത്തു. എല്ലാവരും നമ്പർ പോയി. പിന്നെ ഓരോ തിരക്കല്ലേ, ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ എന്ന് പറയാണ്. എങ്കിലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പിയിലാണ്. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മരുമകൾ കാരണം ഞങ്ങളുടെ കൊച്ചുമോടെ ജീവനാ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതെന്ന് പറയുന്നുണ്ട്. ആ മോള് വന്നപ്പോൾ തന്നെ എന്നോടിത് പറഞ്ഞിരുന്നടാ. മോള് പൂവിക്കാനായിട്ട് പോവായിരുന്നു. ആ സമയത്താ ഇങ്ങനെയൊക്കെ കണ്ടത്. അപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ കണ്ണറിയാതെ ഒന്നും ചിമ്മിപ്പോയതായിരിക്കും. ആ സമയത്തായിരിക്കും ഇവൻ എണീറ്റ് പോയത്. ഞങ്ങൾ കണ്ടില്ല. എന്നും 3 മണിക്കൂറോളം ഉറങ്ങുന്ന ആളാ. ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് അത്രയും നേരം. പിന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിട്ട ജോലിയായിരുന്നു. പകൽ മിക്കവാറും അച്ഛനോടെ കാണുന്നതാ. ഇന്നച്ഛൻ വേറെന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരിക്കായിരുന്നു. ജോലിക്കാരാണെങ്കിലും വൈകുന്നേരം കുഞ്ഞിനെ നോക്കുന്ന സമയമാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അടുക്കളയിൽ നല്ല ധൃതിയായിരുന്നു. ഇവൻ എഴുന്നേറ്റ് പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഫ്രണ്ട് ഡോർ ആണെങ്കിലോ ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും പുറകിൽ കൂടെ പോയത്. എന്തായാലും രേവതി ഞങ്ങളുടെ ജീവന രക്ഷയെ എന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, ദൈവം ആ സമയത്ത് എന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചെന്ന് കരുതിയാൽ മതി എന്ന് രേവതി പറയുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. താൻ ഇന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി വയ്യ. ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് നരയിക്കേണ്ടി വന്നേനെ. ഈ ഒരു ഓർമ്മ കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും ഞങ്ങളെ വേദനിച്ച് കരഞ്ഞു തീർന്നേനെ. എന്തായാലും താൻ കാരണം അതുണ്ടായില്ല. ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ അവർ പറയാൻ കേട്ടോ. സച്ചിക്കാണെങ്കിലോ ഇത് കേൾക്കും ഭയങ്കര അഭിമാനമാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വർഷം പറയുന്നുണ്ട്, രേവ ചേച്ചി കൊള്ളാലോ, അടിപൊളിയാണല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഒരു ഹീറോ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വേണ്ടെന്ന് പറയരുത്. ഞങ്ങളുടെ മോൻ്റെ ജീവന രക്ഷ കൊണ്ടുള്ള പ്രതിഫലമൊന്നുമല്ല, ഞങ്ങളുടെ ഒരു സമ്മാനമാണ്. ഇതെങ്കിലും തന്നില്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിന് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ദയവ് ചെയ്ത് ഇത് സ്വീകരിക്കണമെന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടിയിട്ടൊന്നും അല്ല. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ആരാണെങ്കിലും ചെയ്യുന്നൊരു കാര്യം ഞാനും ചെയ്തുള്ളൂ. ദയവ് ചെയ്ത് ഇതൊന്നും തരരുതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് കൂലിയോ മറ്റൊന്നും കൊണ്ടും അല്ല. ഇത് ഞങ്ങളുടെ ചെറിയൊരു സമ്മാനമാണ്. ഞങ്ങളുടെ മകൻ തരുന്നതാണെന്ന് കരുതിയാൽ മതി. ഞങ്ങളുടെ മകൻ തരുന്ന പോലെ അവൻ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമാണെന്ന് മാത്രമേ കരുതാവുള്ളൂ. വേറെ ഒന്നും ഇതിനെ കരുതരുത്. ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ വിഷമാവുമെന്ന് പറയുന്നുണ്ട്. രേവതി സച്ചിയെ നോക്കുമ്പം സച്ചി പറയുന്നുണ്ട്, ഇവരിത്രയൊക്കെ പറഞ്ഞല്ലേ നീ വാങ്ങിച്ചു എന്ന് പറയാണ്. അങ്ങനെ അവള് മനസ്സോടെ ആ സമ്മാനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവിയോട് ഫ്രണ്ട് പറയാണ്, അതെ, നിന്റെ മരുമോള് കാരണം ഞങ്ങൾ ഇന്നിങ്ങനെ ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മരണവീടായിരിക്കായിരുന്നു. എന്തായാലും അതുണ്ടായില്ലല്ലോ. അതുകൊണ്ടാ അതൊരു ചെറിയ സമ്മാനം. നീ അത് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഈ ആഴ്ച ഞാൻ തിരിച്ചു പോവാ മോളുടെ അടുത്തേക്ക്. അവിടെ കുഞ്ഞിനെ നോക്കുന്നത് ഞങ്ങളാ. അവിടെ ബേബി സിറ്ററിനെയൊക്കെ കിട്ടാനേ വലിയ പാടാ. അതുകൊണ്ട് ഞാനിപ്പോൾ മോളുടെ കൂടെ തന്നെയാ. ഇവിടെ പിന്നെ എൻ്റെ മരുമോളുടെ അമ്മ വരും. അവരായിരുന്നു ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ പോയി കഴിയുമ്പം അവരിവർക്ക് കൂട്ടിന് വന്നോളും. അതൊന്നും സാരമില്ല. എന്തായാലും അതിനു മുമ്പേ നീ അങ്ങോട്ടൊന്ന് ഇറങ്ങണം കേട്ടോ എന്ന് പറയാൻ കേട്ടോ. ഇയാൾ മാത്രമല്ല എല്ലാവരും പറഞ്ഞു, ഒരു ദിവസം ഡിന്നർ അവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പിരിയാണ്.
ഈ സമയത്ത് ശ്രുതി ഓടി വന്നിട്ട്, അല്ല രേവതി, എന്ത് സമ്മാനം അവർ കൊണ്ടുവന്നത്, ഓൻ തുറന്നു നോക്കി. അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇത്ര വല്ല ഇതെന്തായിരിക്കും, വല്ല ദൈവത്തിന്റെ ഫോട്ടോയോ, ഇവക്കല്ലേ വല്ല സാരിയോ, ചിലപ്പോൾ കുറച്ച് മുല്ലപ്പൂ ആയിക്കോട്ടെ ഓർത്ത് കുറച്ച് മുല്ലപ്പൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 1000 രൂപയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളെ തീരെ വില കുറച്ച് കണ്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തിക്കുള്ള സമ്മാനമായിട്ടാണ് അവർ തന്നത്, ഞാൻ വാങ്ങിക്കാൻ പോലും പാടില്ലായിരുന്നു, പക്ഷെങ്കിൽ അവരിത്ര നിർബന്ധിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാവെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഞാനത് വാങ്ങിക്കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രേവതി തുറക്കുമ്പോൾ ഒരു ജ്വല്ലറിയുടെ ബോക്സ് ആയിരിക്കും കേട്ടോ. നമ്മുടെ കടയിലൊക്കെ സ്വർണ്ണക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു ജ്വല്ലറിയുടെ ഒരു പാക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അവൾ അങ്ങനെ ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. നല്ലൊരു വലിയ ഒരു മാലയും അതിൻ്റെ തന്നെ പെയറായിട്ടുള്ള ഒരു കമ്മലും കേട്ടോ, ജോഡിയായിട്ട് എന്ന് വെച്ചാൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ജ്വല്ലറി സെറ്റായിരിക്കും. ഒരു മാലയും ഒരു കമ്മലും കേട്ടോ, നല്ല സെറ്റായിട്ടുള്ള സ്വർണത്തിൻ്റെ ആയിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോകുന്നുണ്ട്. ചന്ദ്ര പറയാണ്, വല്ല റോൾഡ് ഗോൾഡും ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് എന്താ അമ്മയെ കുഴപ്പം, റോൾഡ് ഗോൾഡ് ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ആ മാല എടുത്ത് നോക്കിയിട്ട്, അമ്മ ഇത് റോൾഡ് ഗോൾഡൊന്നും അല്ല, ഇത് ഒറിജിനൽ സ്വർണ്ണ. അമ്മ ദാ ഈ സ്വർണ്ണക്കടയുടെ സ്വർണത്തിൻ്റെ കവർ കണ്ടോ, ഇത് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിച്ചതാ. അവിടെ എവിടെ നിന്നാ അമ്മേ സ്വർണ്ണം അല്ലാത്ത കിട്ടുന്നത്, അവിടെയൊക്കെ ആരെങ്കിലും മുക്കുവണ്ടം വിൽക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്, റോൾഡ് ഗോൾഡ് വിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ ഒറിജിനൽ സ്വർണം തന്നെയാമേ എന്ന് പറയാൻ കേട്ടോ. ഇത് കയ്യിലെടുത്ത് നോക്കിയിട്ട് ശ്രുതി പറയാണ്, ഈശ്വര, ഇതെങ്ങനെ പോയാലും ഒരു 10 പവനെങ്കിലും കാണുമല്ലോ, ഇതിൻ്റെ കനം വെച്ച് നോക്കിയിട്ട് എന്ത് നല്ല കമ്മലാ, എന്ത് നല്ല മാലയാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന പാർട്ടി വെയർ മോഡലിലുള്ള നല്ലൊരു മാലയും കമ്മലും കേട്ടോ കൊടുക്കുന്നത്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ മനസ്സിന് ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്നതായതെന്ന് പറയുന്നുണ്ട്. രവി പറയാണ്, മോള് പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് വാങ്ങിക്കുന്ന മാത്രമേ ഇടുകയുള്ളെന്ന്, നിന്റെ അമ്മായിമ്മ നിന്നതും ഞാൻ തന്നൊന്നും വേണ്ടെന്നല്ലേ മോള് പറഞ്ഞത്, ഇപ്പൊ മോള് തന്നെ അധ്വാനിച്ച് മോള് തന്നെ വാങ്ങിച്ചു എന്ന് അങ്ങ് കരുതിയാൽ മതി, ഇത് മോക്കുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്റെ അമ്മായിമ്മ നിന്നെ വില കുറച്ച് കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ദൈവം തന്ന ശിക്ഷയായത് നിന്റെ അമ്മായിമ്മയ്ക്ക് ഇന്ന് പറയുമ്പം ചന്ദ്രയുടെ ആകെപ്പാടെ മുഖമൊക്കെ മാറിയങ്ങ് നിൽക്കായിരിക്കും കേട്ടോ. വർഷം വന്നിട്ട് രേവതി ഒന്ന് ഇട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇടിയിച്ച് നോക്കാണ്. രേവതിയെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. എന്തായാലും അവര് മനസ്സറിഞ്ഞ ഈ ഗിഫ്റ്റ് നൽകിയത്, അതുകൊണ്ട് ചേച്ചി എന്തായാലും വാങ്ങിക്കാതിരുന്നത് വേണ്ടെന്നൊക്കെ പറഞ്ഞതേ എനിക്ക് സങ്കടമായിരുന്നു. എന്തായാലും അവർ വീട് തേടിക്കൊണ്ട് തന്നതല്ലേ, വാങ്ങിച്ചപ്പോൾ അവർക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി, എന്തായാലും ഇത് കൊള്ളാമല്ലേ എന്നൊക്കെ പറയാണ്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി നിനക്ക് ലെക്കുണ്ട് കേട്ടോ, 10-12 പവന്റെ സ്വർണ്ണമാ ഇപ്പൊ കഴുത്തലും കാലും കിടക്കുന്നേ, ആരും ചൂണ്ടിക്കൊണ്ട് പോവാതെ നോയിക്കോ, ഇവിടെ കുറെ കള്ളന്മാരും കള്ളികളൊക്കെ ഉള്ളതാ, ഭദ്രമാക്കിയെടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ, അല്ലെങ്കിൽ നാളെ ഇത് വല്ല ബാങ്കിലും ഇരിക്കും, എന്നിട്ട് മുക്കുവണ്ടം കൊണ്ട് അതേ സ്ഥലത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് സുതുക്കിയിട്ട് ഒന്ന് കുത്തുന്നുണ്ട് കേട്ടോ. കാരണം ഉണ്ടല്ലോ, സുധി നമ്മുടെ സ്വർണ്ണ കടിച്ചിട്ട് പോകുന്നില്ലേ, ആ ഒരു സ്റ്റോറി നമുക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ശ്രുതിനെ ഒന്ന് കൊള്ളിച്ച് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അതെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ ഞങ്ങളെയാ കളനും കൊള്ളിയാക്കാൻ നോക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിന്റെ ഭാര്യയുടെ സ്വർണ്ണേ നിന്റെ വെച്ചാൽ മതി, എൻ്റെ അച്ഛനോല് ഇഷ്ടം പോലെ കാശുണ്ട്, അച്ഛനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം എല്ലാവരും എന്താ ചെയ്യാൻ പോണേന്ന്. സച്ചി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എന്തായാലും രേവതി ഇത് നിനക്ക ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, മറ്റാരിട്ടാലും ഇത്രയ്ക്ക് ഭംഗി ഇതിനുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വർഷ പറയാണ്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനായത്, ഇതിന് ഭയങ്കര ഡിമാൻഡായി ഈ ഒരു ഡിസൈന്, ഇപ്പം അണുകൂലി തന്നെ എത്ര രൂപ എന്നറിയോ, അത്രയ്ക്കും നല്ല വർക്കിംഗ് ഫിനിഷിംഗ് ഒക്കെയാണ് ഈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അവർ പണ്ടേ നല്ല കാശുള്ള ടീംസൊക്കെയാണ്,
ഈ 10 പവനൊക്കെ ഇപ്പം മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10 ലക്ഷം രൂപ മേളിലാവും. നമ്മളെ കൊണ്ടൊന്നും അത് കൂട്ടിയാൽ കൂടില്ല. നിങ്ങൾ കണ്ടാലേ ഒരു റൂം പണിയാൻ പോലും സാധിക്കാതെ ഇരിക്കുന്ന ആളാ ഞാന്. പക്ഷെ എൻ്റെ കൂട്ടുകാരനെ കണ്ടോ, നിമിഷം നേരം കൊണ്ടല്ലേ 10 ലക്ഷം രൂപയുടെയൊക്കെ കൊണ്ട് തന്നത് എന്ന് ചോദിക്കാണ്. സച്ചിൻ പറയുന്നുണ്ട്, അവരുടെ കൊച്ചുമോളെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും ജീവനല്ലേ അച്ഛാ, അതുകൊണ്ടാ ഈ ഒരു ചെറിയ സമ്മാനം എന്ന് അവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട് കേട്ടോ. രവി പറയാണ്, എന്തായാലും മോളെ നിന്റെ മനസ്സിന് ദൈവം അനുഗ്രഹിച്ച് തന്ന ഇതൊക്കെ, അതുകൊണ്ട് മോക്ക് ഇനിയും കിട്ടും ഒരുപാട്. ദൈവം മോളെ അനുഗ്രഹിക്കും. നല്ല മനസ്സുള്ളവർക്ക് ദൈവം വാരിക്കോരി കൊടുക്കും, അത് ഉറപ്പാ. പക്ഷേ കുറച്ച് വൈകുന്നേ ഉള്ളൂ എന്നും രവി ഇന്നലെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ചന്ദ്ര ചങ്ക് പൊട്ടി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇന്ന് രാത്രി അമ്മയ്ക്കെങ്ങാണ് അറ്റാക്ക് ഉണ്ടാവോ, ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറയുന്നുണ്ട്. അല്ല, രേവതിക്ക് ഇത് കിട്ടിയപ്പോളേ എൻ്റെ അമ്മ ആകെപ്പാടെ തകർന്നിരിക്കുക, ടെൻഷനും പ്രഷറും ഒക്കെ കൂടിയിട്ടേ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് ചോദിച്ചേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നിന്റെ അമ്മ കേട്ടാലേ നിനക്ക് സുഖമായിരിക്കും എന്നും പറഞ്ഞ് അച്ഛന് കളിയാക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. വർഷ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേച്ചി ഇട്ട് കഴിഞ്ഞിട്ട് മതി, ഞാൻ സാരി എടുക്കുമ്പോളേ എനിക്കൊന്ന് ഇടാൻ തരണേ. അതിനെന്താ വർഷേ, നീ നിന്റെ അലമരത്തിൻ്റെ കൊണ്ട് വെച്ചോ. ഞാൻ ചോദിക്കുമ്പോൾ ഇടാൻ നേരമാ തന്നാൽ മതി. അതൊന്നും വേണ്ട, ചേച്ചി തന്നെ കൊണ്ട് വെച്ചോ എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എവിടെ കൊണ്ട് വെക്കാനാ വർഷേ, ഞങ്ങൾക്ക് അതിന് സ്വന്തമായിട്ട് മുറിയോ അലമാരിയോ ഒന്നും ഇല്ലല്ലോ, ഡ്രസ്സ് പോലും അവിടെ ഇടയ്ക്ക് ആയിട്ടല്ലേ വെച്ചേക്കുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ ഇതിപ്പം ഏകദേശം 10 ലക്ഷം രൂപ എടുത്ത് സ്വർണ്ണമില്ലേ, അതുകൊണ്ട് പണയം വെക്കോ വിൽക്കുകയോ ഒക്കെ ചെയ്താലേ മുറി പണിയാനുള്ള പൈസ ആവത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് വേണ്ട വർഷേ, ഇതിവക്ക് സമ്മാനമായിട്ട് കിട്ടിയ സാധനമല്ലേ, അതുകൊണ്ടൊക്കെ എങ്ങനെയാ വെക്കുന്നത്. എങ്കിലും സച്ചിയേട്ടാ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ സ്വർണ്ണം, ഇട്ടുകൊണ്ട് നടക്കാനല്ലല്ലോ. നമുക്കൊരു അസറ്റ് പെട്ടെന്ന് വിൽക്കാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണല്ലോ നമ്മുടെ സ്വർണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നല്ലതിനായിട്ട് തന്നെ ഉപയോഗിക്കണം. വെറുതെ വീട്ടിൽ വെച്ചെന്നും പറഞ്ഞിട്ട് അത് പൊലിച്ചു വരാനും പോകുന്നില്ല, ഒന്നും ഉപകരിക്കാനും പോകുന്നില്ല. അതേ സമയത്ത് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചാൽ അത്ര നല്ലതല്ലേ എന്ന് ചോദിക്കാണ്. രേവതി നോക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് സച്ചി പറയാണ്, എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നതിന് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ഒരു മത്സരമൊക്കെ നടക്കുന്നത്. മത്സരം നടക്കുന്നതിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ അത് ആ സമയത്താണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര രേവതി നല്ല ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയിൽ രേവതി സച്ചിയും കൂടി ടെറസിൻ്റെ മുകളിൽ പോയി ഇരിക്കാൻ കേട്ടോ. രേവതി പറയുന്നുണ്ട്, എന്തായാലും ഒരു സ്വപ്നം പോലെ തോന്നാണ് ഇതെല്ലാം, ഇന്നേ വരെ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സീനൊക്കെ കണ്ടിട്ടുള്ളൂ. സച്ചി പറയുന്നുണ്ട്, വഴിയിൽ ഒരു അപകടം കിട്ടി കിടന്ന ഒരാളെ കൊണ്ടുപോകുന്നതും മരിക്കാൻ പോകുന്നവരെ സഹായിക്കുന്നതൊക്കെ നല്ല സൽക്കർമ്മം തന്നെയാ. ചിലപ്പോൾ നമുക്ക് ദൈവം അതിനുള്ള സമ്മാനം തരും, ഇവിടെ വെച്ച് അല്ലെങ്കിൽ അവിടെ വെച്ച്. അതുകൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ല. നിനക്കിപ്പോൾ ദൈവം നേരിട്ടിറങ്ങി തന്നു നിങ്ങൾ കരുതിയാൽ മതി. നമ്മുടെ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയതാണെന്ന് കരുതിയാൽ മതി. നിനക്ക് കിട്ടിയത് സമ്മാനമല്ലേ, അതിനത്രത്തോളം വാല്യൂ ഉണ്ട് എന്നും പറയാണ്. ഒരു പെൻസിലാണ് കിട്ടിയെങ്കിൽ പോലും അതിനും വാല്യൂ ഉണ്ട്. സമ്മാനം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സറിഞ്ഞ് മനസ്സിലെ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, അതുകൊണ്ട് അതിനത്രത്തോളം പ്രാധാന്യം വിലയും ഒക്കെ ഉണ്ട് എന്നും രേവതി പറയാണ്. സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ നിലാവ് നോക്കി നിന്നിട്ട് എത്ര കാലമായില്ലേ, ശരിക്കും റൂമൊന്നും ഇല്ലാത്ത നല്ലത്. റൂമില്ലെങ്കിൽ ഇങ്ങനെ ആകാശമൊക്കെ കണ്ട് നക്ഷത്രമൊക്കെ കണ്ട് ചന്ദ്രനെയും അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കാലോ എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, നല്ലതാ, ഇപ്പോഴേ നല്ല മഴക്കാല, ചിലപ്പോൾ ഉറക്കം പിടിച്ച് വരുമ്പോഴായിരിക്കും മഴയത്ത് കുളിച്ച് കിടക്കുന്നത്. അപ്പൊ താഴേക്ക് തന്നെ വന്നേക്കണം, ഞാൻ താഴോട്ട് പോവാന്ന് പറയാണ്. എന്നാലേ ഞാനൊന്ന് താഴേക്ക് വരിക, നമുക്കേ ഈ ഒരു സമ്മാനം കിട്ടുന്നങ്ങ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. അല്ല, എങ്ങനെ ആഘോഷിക്കാനാ സച്ചിയുടെ ഉദ്ദേശം, എങ്ങനെ ആഘോഷിക്കണമെന്നാണ് നിന്റെ ഐഡിയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ഫ്ലേർട്ടൊക്കെ സംസാരിക്കാം കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞു പോവാണ്. രേവതിയെ പരിഹസിച്ച ചന്ദ്രയ്ക്ക് നല്ലൊരു മറുപടി കിട്ടി. രേവതിക്കും സച്ചിക്കും ഒരു അസറ്റ് എന്നോണം 12 പവന്റെ ആ സ്വർണവും ലഭിക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ ഓരോ സ്റ്റോറീസ് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. മിസ്സാവാതിരിക്കാൻ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.